ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ പർച്ചേസുമായും സെയിൽസുമായി ബന്ധപ്പെട്ട എൻട്രീസ് എല്ലാം നമ്മൾ ഇപ്പൊ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പർച്ചേസ് സെയിൽസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നമ്മൾ നോക്കാൻ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ നോക്കാൻ പോകുന്ന ഹെഡിങ് കൊടുക്കുക ഹൗസ് ബാങ്ക്. ഹെഡിങ് കൊടുക്കുക ഹൗസ് ബാങ്ക്. ഹൗസ് ബാങ്ക് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഹൗസ് ബാങ്ക്. ഹൗസ് ബാങ്ക് എന്താണ് ഹൗസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ എന്താ പറയാ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹൗസ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹൗസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഹൗസ് ബാങ്കിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെക്ക് വഴി നമ്മൾ പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അല്ലെ? നമ്മൾ ചെക്ക് വഴി പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഈ ചെക്ക് വഴി ചെയ്യുന്ന പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ SAP യൂസ് ചെയ്യുന്ന സംഭവമാണ് ഹൗസ് ബാങ്ക്. ഇപ്പൊ നമുക്കറിയാം ഈ ചെക്ക് വഴി നമ്മൾ ട്രാൻസാക്ഷൻസ് നമ്മൾ പേയ്മെന്റും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഏത് ചെക്ക് നമ്പർ വെച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്കിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഹൗസ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളുള്ളത്. സോ നമുക്ക് നോക്കാം എന്താന്നുള്ളത് കേട്ടോ, ഹൗസ് ബാങ്ക് എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഹൗസ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. എന്താണ് ഹെഡിങ് കൊടുക്കുക ഡിഫൈൻ ഹൗസ് ബാങ്ക്. ആദ്യം നമുക്ക് ഹൗസ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് കൊടുക്കുക ഡിഫൈൻ ഹൗസ് ബാങ്ക്. ഡിഫൈൻ ഹൗസ് ബാങ്ക്. P കോഡ് വരുന്നത് FI12. FI ആണിത്, FI12. ഡിഫൈൻ ഹൗസ് ബാങ്ക് T കോഡ് വരുന്നത് FI12. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഹൗസ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് SAP-യില്. FI12 എന്നുള്ള T കോഡ് ഉപയോഗിച്ച് നമ്മൾ SAP-ക്കകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പോകെ. സോ ഞാൻ SAP ഒന്ന് എടുക്കട്ടെ. സോ ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡിഫൈൻ ഹൗസ് ബാങ്ക് എന്നുള്ള സ്റ്റെപ്പാണ് FI12. അപ്പൊ FI12നകത്ത് ആദ്യം നമ്മുടെ കമ്പനി കോഡ് അടിച്ചു കൊടുക്കുക. എന്താ കമ്പനി കോഡ്? NI78 നമ്മുടെ കമ്പനി കോഡ്. അപ്പൊ നമ്മുടെ കമ്പനി കോഡ് ഫസ്റ്റ് അടിച്ചു കൊടുക്കാം. FI12 കൊടുത്തതിന് ശേഷം ആദ്യം നിങ്ങൾ കമ്പനി കോഡ് കൊടുക്കുക. കമ്പനി കോഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഹൗസ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എൻട്രീസും പുതിയതായിരിക്കും. സോ ഇവിടെ ന്യൂ എൻട്രീസ് കൊടുക്കുക. എന്ത് കൊടുക്കുക? ന്യൂ എൻട്രീസ്. ഇവിടെ ആദ്യം നമ്മൾ ഹൗസ് ബാങ്ക് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കണം. ഹൗസ് ബാങ്ക് എന്നുള്ളിടത്ത് ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കാം. ഇഷ്ടമുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിവിടെ HENI എന്ന് കൊടുക്കാം കേട്ടോ. HENI8 എന്ന് കൊടുക്കാം. HENI8 എന്ന് പറഞ്ഞിട്ട് ഒരു 5 ഡിജിറ്റ് ക്യാരക്ടർ കൊടുക്കാം. ഓക്കെ, HENI8 എന്നാണ് കൊടുക്കാം. എന്നിട്ട് ഹൗസ് ബാങ്ക് ഡേറ്റയുടെ അവിടെ ബാങ്ക് കൺട്രി IN കൊടുക്കാം. ബാങ്ക് കൺട്രി IN ഇന്ത്യ, അതാണ് IN ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ബാങ്ക് കീയിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കുക. ഞാനിവിടെ 1 2 3 4 അങ്ങനെ കുറച്ച് നമ്പർ കൊടുക്കുക. ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യുക, ബാങ്ക് കീ കൊടുക്കുക. ബാങ്ക് കീ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. കണ്ടോ എല്ലാവരും? ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ പറയാം, ന്യൂ എൻട്രീസ് കൊടുത്തതിന് ശേഷം ആദ്യം ഹൗസ് ബാങ്കിന് ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കുക. ബാങ്ക് കൺട്രി IN കൊടുക്കുക. ബാങ്ക് കീയിൽ അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അക്കൗണ്ട് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ബാങ്ക് ഒക്കെ ആകുമ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവല്ലോ, ആ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, ബാങ്കിന്റെ നെയിം, സ്ട്രീറ്റ്, അങ്ങനെ എല്ലാം എന്ത് ചെയ്യുക, മാറ്റാം.
ഓക്കെ, ബാങ്കിന്റെ നെയിം കൊടുക്കുക. ബാങ്കിന്റെ നെയിം HDFC ബാങ്ക് ആണെങ്കിൽ HDFC ബാങ്ക് എന്ന് കൊടുക്കുക. റീജിയൻ കൊടുക്കുക. പിന്നെ സിറ്റി, ബാങ്ക്, ബ്രാഞ്ച് ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു സ്ക്രീൻ വരും കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചേഞ്ച് കൊടുത്തപ്പോഴാണ് മാറിപ്പോയത്. ശരിക്കും നിങ്ങൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ബാങ്കിന്റെ പേര്, റീജിയൻ, സിറ്റി, ബാങ്ക്, ബ്രാഞ്ച് ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, തീർന്നിട്ടില്ല. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട്സ് പറഞ്ഞിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ന്യൂ എൻട്രീസ് കൊടുക്കുക. ന്യൂ എൻട്രീസ് എന്നിട്ട് ന്യൂ എൻട്രീസ് കൊടുത്തതിന് ശേഷം അവിടെ അക്കൗണ്ട് ID എന്ന് നോക്കിയിട്ടുണ്ടാവും. അവിടെ ഒരു അക്കൗണ്ട് ID, ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കും. ഓക്കെ, അപ്പൊ ഓർക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുത്താലും മതി. ഞാൻ വേണമെങ്കിൽ ACN8 NI8 എന്നാണ് കൊടുക്കുക. അക്കൗണ്ട് ID ACNI8 എന്നാണ് കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുക്കുക? ഡിസ്ക്രിപ്ഷൻ എന്താ? ഡിഫൈൻ ബാങ്ക് അക്കൗണ്ട് എന്നാണ് കൊടുത്താൽ മതി. ഡിസ്ക്രിപ്ഷന്റെ അവിടെ കൊടുക്കുക ഡിഫൈൻ ബാങ്ക് അക്കൗണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല അക്കൗണ്ട് നമ്പർ കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് നമ്പർ എന്ത് ചെയ്യുക, റാൻഡം ആയിട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 4 5 6 7 8 9 10. പിന്നെ കറൻസി കൊടുക്കുക കേട്ടോ. കറൻസി അത്രേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ GL അക്കൗണ്ട് കൊടുക്കണേ. GL അക്കൗണ്ട് ഓൾസോ GL അക്കൗണ്ട് കൊടുക്കുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. SBI ബാങ്ക് അല്ലേ, SBI ബാങ്ക് സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തപ്പോ HDFC ബാങ്ക് ആണ് കൊടുത്തിരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എഡിറ്റ് ചെയ്തോട്ടെ. അവിടെ ഞാൻ ചേഞ്ച് നോക്കുന്നത് HDFC ബാങ്ക് എന്ന് മാറ്റിയിട്ട് SBI ബാങ്ക് നോക്കാം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട്സ് വന്നിട്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. എന്ത് സേവ് ചെയ്താൽ മതി? ഡിഫൈൻ ബാങ്ക്, ഡിഫൈൻ ഹൗസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഡിഫൈൻ ഹൗസ്. എന്നിട്ട് എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. അപ്പൊ ഇവിടെ ചോദിക്കും ട്രാൻസ്പോർട്ട് IBAN എന്ന് ചോദിക്കും. അത് നോ കൊടുക്കുക കേട്ടോ. ട്രാൻസ്പോർട്ട് IBAN എന്ന് ചോദിക്കും, നോ കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ഡേറ്റ സേവ് ആയിട്ടുണ്ട്. നമ്മൾ എന്തായിട്ടുണ്ട്, ഹൗസ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഹൗസ് ബാങ്ക് ക്രിയേഷൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹൗസ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓക്കെ അല്ലേ? ഷിബിന, സഫാന ഓക്കെ ആണോ? ഏതായിരുന്നടാ? ഡിഫൈൻ ഹൗസ് ബാങ്കിന്റെ ഡിഫൈൻ ഹൗസ് ബാങ്ക് ഒന്നുകൂടെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ന്യൂ എൻട്രീസ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഹൗസ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ന്യൂ എൻട്രീസ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. സോറി, ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ കമ്പനി കോഡ് കൊടുക്കുക. ആ T കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം കമ്പനി കോഡ് കൊടുക്കുക. കമ്പനി കോഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ന്യൂ എൻട്രീസ് ഒരു ഓപ്ഷൻ മേളിൽ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൗസ് ബാങ്കിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ കീയും ബാങ്ക് കൺട്രിയും ബാങ്ക് കീയും കൊടുത്ത് ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ബാങ്ക് നെയിമും റീജിയനും സിറ്റിയും ബാങ്ക് ബ്രാഞ്ചും ഈ 4 ചോദിക്കണം. എന്താണ്? ബാങ്ക് നെയിമും റീജിയനും സിറ്റിയും ബാങ്ക് ബ്രാഞ്ചും ഇതൊക്കെ എല്ലാം എന്ത് ചെയ്യുക, കൊടുക്കുക. കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പൊ അത് സേവ് ആവും. അത് കഴിഞ്ഞ് താഴെ ബാങ്ക് അക്കൗണ്ട്സ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ അക്കൗണ്ട് ID ചോദിക്കും. അവിടെ ഒരു എന്ത് ചെയ്യുക, ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കുക. അക്കൗണ്ട് ID എന്നുള്ളടത്ത് ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ അവിടെ ഡിഫൈൻ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ അവിടെ ഡിഫൈൻ ബാങ്ക് അക്കൗണ്ട്. അത് കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ഡേറ്റയിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. പിന്നെ GL എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിന്റെ ലെഡ്ജർ ആണ് നമ്മളോട് കൊടുക്കേണ്ടത്. GL എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ലെഡ്ജർ കൊടുക്കുക. പിന്നെ കറൻസി INR എന്നുള്ളത് കൊടുക്കുക. ഇത് 3 കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. എന്താവും? നമ്മുടെ ഹൗസ് ബാങ്ക് അവിടെ സേവ് ആവും. എന്തോ T കോഡ് വരുന്നത് FI12. FI12. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് ആദ്യത്തെ സ്റ്റെപ്പ്, ഡിഫൈൻ ഹൗസ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. സോ ഹൗസ് ബാങ്ക് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ചെക്ക് ലോഗ്സ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, ക്രിയേഷൻ ഓഫ് ചെക്ക് ലോഗ്സ്.
ക്രിയേഷൻ ഓഫ് ചെക്ക് ലോട്ട്സ്. ചെക്ക് ലോട്ട്സ് ഇൻ ദ സെൻസ് നമ്മുടെ ചെക്ക് ബുക്കിന്റെ ലീഫുകളില്ലേ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണെന്ന് അടുത്ത സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞിരുന്നു കൂടുതൽ നമ്മൾ ചെക്ക് പേയ്മെന്റ്സ് ചെയ്യുമല്ലോ. ഈ ചെക്ക് പേയ്മെന്റ്സ് ചെയ്യുമ്പോഴാണ് ഹൗസ് ബാങ്കിന്റെ റെലവൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ ചെക്ക് ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് എവിടെ, നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഹൗസ് ബാങ്കിനകത്ത് നമ്മൾ ചെക്ക് ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ ചെക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് ചെക്ക് ബുക്ക് കിട്ടുമല്ലോ. ആ ചെക്ക് ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്താൻ പോവാണ്. ടി കോഡ് വരുന്നത് FCHI. ടി കോഡ് വരുന്നത് FCHI, ക്രിയേഷൻ ഓഫ് ചെക്ക് ലോട്ട്സ്. ടി കോഡ് വരുന്നത് FCHI. ഓക്കെ, അപ്പൊ നമ്മള് ചെക്ക് ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. FCHI എന്നുള്ള ടി കോഡ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നോക്കിയാലോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് FCHIയില്. ശ്രദ്ധിക്കാട്ടോ. സോ /FCHI. ആദ്യം നമ്മുടെ ഹൗസ് ബാങ്ക് ചോദിക്കും, നമ്മുടെ ഹൗസ് ബാങ്ക് ഇവിടെ കൊടുക്കുക. അപ്പൊ നമ്മുടെ കമ്പനി കോഡ് കൊടുക്കുമ്പോൾ തന്നെ ഹൗസ് ബാങ്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഹൗസ് ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്യാം. എന്താ HENI എന്നുള്ളത് സെലക്ട് ചെയ്യാം. താഴെ അക്കൗണ്ട് ഐ ഡിയും ചോദിക്കും, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് കമ്പനി കോഡ് ഓർമ്മയുണ്ടെങ്കിൽ ഹൗസ് ബാങ്കും അക്കൗണ്ട് ഐ ഡി നമുക്ക് സെലക്ട് ചെയ്യാം, ഡയറക്ട്ലി സെലക്ട് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ഒരു ചെക്ക് ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ചെക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ചെക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതായത് ഈ ഡസ്റ്റ്ബിനിന്റെ ട്രാഷ് ബിന്നിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു ലോട്ട് നമ്പർ കൊടുക്കാം. ലോട്ട് നമ്പർ ഇൻ ദ സെൻസ് നമ്മൾ ഒരു ചെക്ക് ബുക്ക് നമ്പർ പോലെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ചെക്ക് ബുക്ക് നമ്പർ കൊടുക്കാം. അപ്പൊ ഞാൻ 100 എന്ന് പറഞ്ഞൊരു ചെക്ക് നമ്പർ കൊടുക്കാണ്. ഓക്കെ, 100 എന്ന് പറഞ്ഞിട്ട് ചെക്ക് ബുക്ക് നമ്പർ കൊടുക്കാണ്. ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കാം. പിന്നെ ചെക്ക് നമ്പർ എന്നുള്ളിടത്ത് സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുക്കാം. അതായത് ചെക്ക് ലീഫ്, ഇപ്പൊ നമുക്കൊരു ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് നമ്പറും ഒരു എൻഡിങ് നമ്പറും ഉണ്ടാവുമല്ലോ. ഇത്രയും ലീഫ്, ഇന്ന ലീഫ് നമ്പർ മുതൽ ഇന്ന ലീഫ് നമ്പർ വരെ ആയിരിക്കും ആ ബുക്കിനകത്ത് ഉണ്ടാവുക. ആ ചെക്ക് ലീഫ് നമ്പർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 500, 100 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചോ. ചെക്ക് നമ്പർ 500, 101 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചിലപ്പോൾ 500, 200 വരെ ആയിരിക്കും. ചിലപ്പോൾ ഒരു 200 ചെക്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 500, 101 മുതൽ 500, 200 വരെ കൊടുക്കുക. ഒരു 100 ചെക്കോളം ഉണ്ടാവും നിൽക്കുക, സപ്പോസ് അസ്യൂം ചെയ്യാം. അപ്പൊ ചെക്ക് നമ്പർ എന്നുള്ളത് 500, 101 മുതൽ 500, 200 വരെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഷോർട്ട് ഡിസ്ക്രിപ്ഷന്റെ അവിടെ എന്ത് കൊടുക്കുക, ചെക്ക് ലോട്ട് ഓഫ് നിങ്ങളുടെ കമ്പനി കോഡ് കൊടുക്കുക. ചെക്ക് ലോട്ട് ഓഫ് നിങ്ങളുടെ കമ്പനി കോഡ്, ചെക്ക് ലോട്ട് ഓഫ് നിങ്ങളുടെ കമ്പനി കോഡ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യാട്ടോ. ലോട്ട് നമ്പർ, ചെക്ക് നമ്പർ, ചെക്ക് 2, പിന്നെ അത് കഴിഞ്ഞ് ഷോർട്ട് ഇൻഫോ, ചെക്ക് ലോട്ട് ഓഫ് കമ്പനി കോഡ് കൊടുക്കുക. എൻ്റർ അടിച്ച് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോഴേക്ക് എന്തായി, നമ്മുടെ ചെക്ക് ലോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യണം കേട്ടോ. സേവ് ചെയ്യാൻ മറക്കരുത്, സേവ് ചെയ്യാം. അപ്പൊ കണ്ടോ, ചെക്ക് നമ്പേഴ്സ് ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ചെക്ക് ലോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മൾ ചെക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അത് നമ്മൾ ഇത്രയും ചെക്സ് മുതൽ ഇത്രയും ചെക്സ് വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അതാണ് ഈ ചെക്ക് ലോട്ട് ക്രിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? ചെക്ക് ലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? സഫാന, ഫാത്തിമ, ദിന ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഫാത്തിമ? ഓക്കെ, എന്നാ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമ്മൾ ചെക്ക് ലോട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമുക്കൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് ചെയ്യും. ഓക്കെ, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നു. ചെക്ക് വെച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന പോലെ നമുക്ക് കാണിക്കാം. ഓക്കെ, നമ്മളൊരു പർച്ചേസ് ഇൻവോയ്സിന്റെ പേയ്മെന്റ് ചെക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, ചെക്ക് വെച്ച് ചെയ്യുന്ന പോലെ കാണിക്കാം. അപ്പൊ ആദ്യം ഞാനൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ഡീ കോഡ് ആണല്ലോ, F-43. നമുക്ക് F-43 പോയിട്ട് നമുക്കൊരു പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. F-43 ഡേറ്റ് ഞാനിപ്പോ തൽക്കാലം ഞാൻ ഇന്നത്തെ ഡേറ്റ് ആണ് കൊടുക്കുകയാണ്, 24/11/2025. പിന്നെ കമ്പനി കോഡ് കറൻസി കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ലൈൻ ആയിട്ട് തന്നെ അവിടെ പോസ്റ്റ് കീ 31. അക്കൗണ്ടിന് അവിടെ ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, നമ്മുടെ വെണ്ടർ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. പിന്നെ ഇവിടെ എമൗണ്ടിന് അവിടെ ഒരു എമൗണ്ട് എടുക്കുക. ഞാൻ 40,000 കൊടുക്കുകയാണ്. ബിസിനസ് ഏരിയ കൊടുക്കാം, എറണാകുളം. ടെക്സ്റ്റിന് അവിടെ ബീയിങ് എന്താണ്, ബീയിങ് പർച്ചേസ് ഫ്രം പ്രോംപ്ലർ. പിന്നെ എന്ത് ചെയ്യാം, പോസ്റ്റിംഗ് കീയുടെ അവിടെ ബേസ് ലൈൻ ഡീറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, പേയ്മെന്റ് ടേംസ് ഞാനൊന്ന്
നോക്കട്ടെ. വേണ്ട. ഓക്കെ, സോ നമുക്കൊരു ഡേറ്റ് കൊടുക്കാം. 24/11/2025. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ ഐറ്റത്തിന്റെ അവിടെ 40 അല്ല 40,000. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ ഐറ്റത്തിന് അവിടെ പോസ്റ്റ് കീ എന്താ 40 ആണ്. പിന്നെ അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ജസ്റ്റ് സ്പീഡിൽ പോകണം കേട്ടോ. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കാം. പിന്നെ എമൗണ്ട് അവിടെ സ്റ്റാർ, ബിസിനസ് ടെക്സ്റ്റ് അവിടെ പ്ലസ്, ബിസിനസ് ഏരിയ കൊടുക്കാം, എൻ്റർ അടിക്കാം. അപ്പൊ എന്തായി? ഡോക്യുമെന്റ് 3006 കമ്പനി കോഡിൽ പോസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പേയ്മെന്റ് ചെയ്യാം. എവിടെ? F-53 നമുക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് ചെയ്യാം. അപ്പൊ F-53 ഞാൻ ഇന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാൻ പോവാണ്. ബിസിനസ് ഏരിയ കൊടുക്കുക, എറണാകുളം. അക്കൗണ്ടിന്റെ അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ പോകും. പിന്നെ എമൗണ്ടിന്റെ അവിടെ 40,000 ഡിസ്കൗണ്ട് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു 36,000 കൊടുക്കും. ടെക്സ്റ്റിന്റെ അവിടെ നമുക്ക് എന്താണ് പേയ്മെന്റ് മെയ്ഡ് ടു റോപ്ലർ. പിന്നെ അക്കൗണ്ടിന്റെ അവിടെ നമ്മുടെ വെണ്ടർ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. 36,000 കൊടുത്ത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നേ. സോ അതുകൊണ്ട് വേണ്ട, ഡിസ്കൗണ്ട് ഉണ്ട്, 40,000 കൊടുക്കാം. എന്നിട്ട് പ്രോസസ് ഓപ്പൺ ഐറ്റംസ് കൊടുക്കാം. അപ്പൊ അവിടെ ഈ ഒരു 4,000 ഞാൻ കളയാൻ തൽക്കാലം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എമൗണ്ട് എൻ്റേർഡ് 40, അസൈൻഡ് 40, നോട്ട് അസൈൻഡ് 0, നേരെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായി? നമ്മുടെ പേയ്മെന്റും അവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നല്ല നമ്മുടെ മെയിൻ സംഭവം. നമ്മൾ ഇനി മാനുവൽ ചെക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ മെയിൻ സംഭവം. ഈ പേയ്മെന്റ് ചെയ്തത് ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇതല്ല നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചില്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് മാനുവൽ ചെക്സ്. ഹെഡിങ് കൊടുക്കാം, ക്രിയേഷൻ ഓഫ് മാനുവൽ ചെക്സ്. ക്രിയേഷൻ ഓഫ് മാനുവൽ ചെക്സ്. ടി കോഡ് വരുന്നത് FCH5. ടി കോഡ് വരുന്നത് FCH5. ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ മാനുവൽ ചെക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ചെക്ക് ക്രിയേറ്റ് ചെയ്യാൻ സെൻസ് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചെക്ക് നമ്മൾ കൊടുക്കാറില്ലേ? ആ ചെക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ മാനുവൽ ചെക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ക്രിയേഷൻ ഓഫ് മാനുവൽ ചെക്സ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ യൂസ് ചെയ്തു, ഇഷ്യൂ ചെയ്തു എന്ന് കാണിക്കാൻ പോവാണ് FCH5. ഓക്കെ, സിമ്പിൾ സ്റ്റെപ്പ് ആണ്, ശ്രദ്ധിച്ചിരിക്കാം. സോ നമുക്ക് നോക്കാം. FCH5/FCH5. അതിനകത്ത് ആദ്യം നമ്മുടെ പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക. പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പർ എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് ആയിട്ട് വരും, 4008 എന്നുള്ളത്. പിന്നെ അതിന്റെ കമ്പനി കോഡ് കൊടുക്കുക, NI-78 നമ്മുടെ കമ്പനി കോഡ് കൊടുക്കുക. ഫിസിക്കൽ ഇയർ 2025 കൊടുക്കുക. പിന്നെ ഹൗസ് ബാങ്ക് കൊടുക്കുക, അക്കൗണ്ട് ID കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ചെക്ക് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ ചെക്ക് നമ്പർ കൊടുക്കുക, 500-101 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ചെക്ക് നമ്പർ മാത്രം കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവും. പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പർ മുതൽ അക്കൗണ്ട് ID വരെ ഓട്ടോമാറ്റിക് ആയിട്ട്. ചില പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പർ നമ്മൾ ഉദ്ദേശിച്ചതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ തന്നെയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ചെക്ക് നമ്പർ മാത്രം കൊടുത്തിട്ട് സേവ് ചെയ്യുക. പക്ഷെ സേവ് ചെയ്യുമ്പോൾ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഒരു എറർ മെസ്സേജ് വരും. ഡോക്യുമെന്റ് NI-78 4008 is not a payment document എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. ഓക്കെ, നോട്ട് എ പേയ്മെന്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നേരെ FS00 എടുക്കാം. എന്ത് ചെയ്യാം? നേരെ FS00 എടുക്കാം. അതിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഓർമ്മയില്ലേ? ആ ബാങ്ക് അക്കൗണ്ട് എടുക്കാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലേ? അതിനകത്ത് ബാങ്ക് അക്കൗണ്ട് എടുക്കാം. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. ഓക്കെ, ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ എഡിറ്റ് ചെയ്യാറില്ലേ ലെറ്റേഴ്സ്? ജസ്റ്റ് അത് പെൻസിലേക്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ? എല്ലാവരും ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് അവിടെ റെലവെന്റ് ടു ക്യാഷ് ഫ്ലോ എന്നുള്ളത് ടിക്ക് ചെയ്തും കൊടുക്കണം. ഓക്കെ, റെലവെന്റ് ടു ക്യാഷ് ഫ്ലോ എന്നുള്ളത്
ടിക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് മെയിൻ സംഭവം. ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. റെലവെന്റ് ടു ക്യാഷ് ഫ്ലോ നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ആ മാനുവൽ ചെക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് അത് ടിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പൊ ഡേറ്റ എന്തായിട്ടുണ്ട്? സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുകൂടെ ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ചെക്ക് NI78-500-101 ക്രിയേറ്റഡ് മാനുവലി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പൊ എന്തുകൊണ്ടാണ് നേരത്തെ എറർ വന്നത്? ബിക്കോസ് നമ്മൾ ആ റെലവെന്റ് ടു ക്യാഷ് ഓൺലി ടിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സാധാരണ നമ്മള് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ടിക്ക് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ മാനുവൽ ചെക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബെറ്റർ എന്താ, ആ റെലവെന്റ് ടു ക്യാഷ് ഓൺലി ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റില് റെലവെന്റ് ടു ക്യാഷ് ഓൺലി എന്നുള്ളത് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ, പറഞ്ഞ് മനസ്സിലായ എല്ലാവർക്കും എങ്ങനെയാ ചെയ്തെന്നുള്ളത്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഫാത്തിമ, ദിന? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മള് മാനുവൽ ചെക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് എടുക്കാം. അപ്പൊ മാനുവൽ ചെക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ നമുക്ക് ഏതൊരു ജേർണൽ എൻട്രി ഇട്ടാലും നമുക്ക് അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? FBN1 പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? എന്താണ് FBN1 അല്ല, സോറി, നമ്മൾ ചെക്ക് ചെയ്യുന്നത് എവിടെയാ? നമ്മൾ FBN3N പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ FB03 പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ നമ്മള് ചെക്കുകൾ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് ചെക്ക് രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് മാനുവലി ഒരു ചെക്ക് രജിസ്റ്റർ ഉണ്ടാവും. SAPയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെക്ക് രജിസ്റ്റർ എന്ത് ചെയ്യാം? നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ആ ഒരു ചെക്ക് രജിസ്റ്റർ ആണ് നമുക്ക് കാണാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ റിപ്പോർട്ട്സ് എടുക്കുന്ന പോലെ തന്നെയാണ്. T കോഡ് വരുന്നത് FCHN. T കോഡ് വരുന്നത് FCHN. ഓക്കെ, ഡിസ്പ്ലേ ചെക്ക് രജിസ്റ്റർ T കോഡ് വരുന്നത് FCHN. ഓക്കെ, അപ്പൊ FCHN എന്നുള്ള T കോഡ് വെച്ചിട്ട് നമ്മൾ ചെക്ക് രജിസ്റ്റർ എന്ത് ചെയ്യാൻ പോവാണ്? ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെക്ക് രജിസ്റ്റർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാറുള്ളത് കേട്ടോ. /FCHN. അതിനകത്ത് നമ്മുടെ കമ്പനി കോഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കുക, NI78 എന്നുള്ളത്. പിന്നെ നമ്മുടെ ഹൗസ് ബാങ്കും അക്കൗണ്ട് ഐ ഡി. ഹൗസ് ബാങ്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാവും ഹൗസ് ബാങ്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ഐ ഡി ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സിക്യൂട്ട് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ റിപ്പോർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ എക്സിക്യൂട്ട് കൊടുക്കാം. എന്ത് ചെയ്താൽ മതി? കമ്പനി കോഡ്, ഹൗസ് ബാങ്ക്, അക്കൗണ്ട് ഐ ഡി, ഇത് മൂന്നും കൊടുത്തിട്ട് എക്സിക്യൂട്ട് കൊടുക്കുക. എക്സിക്യൂട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെക്ക് കാണാൻ പറ്റും. കണ്ടോ, ചെക്ക് നമ്പർ 500-101 പേയ്മെന്റ് ഓപ്പൺ നോക്കിയേ 4008. പേയ്മെന്റ് ഡേറ്റ് 24/11/2025. എമൗണ്ട് പെയ്ഡ് 40,000. റെസിപ്പിയൻ വോയിഡ് റീസൺ കോഡ്. അപ്പൊ റെസിപ്പിയൻ എന്താ? റോംപ്ലർ ലിമിറ്റഡ് നോട്ട് പെർ. അതായത് റോംപ്ലർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വെണ്ടറിനാണ് നമ്മൾ എന്ത് ചെയ്ത് ചെക്ക് പേയ്മെന്റ് ചെയ്തത്. പിന്നെ വേറൊരു കോളം കൂടെ കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വേണ്ടത്? ചെക്ക് രജിസ്റ്റർ വേണം. അപ്പൊ ഓരോ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് നമ്പേഴ്സ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ചെക്ക് രജിസ്റ്റർ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇതിൽ പറ്റി ചെയ്യാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് കാണാം, അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സംഭവം നോക്കാം. ഇപ്പൊ ചെക്ക് രജിസ്റ്റർ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, വോയിഡ് ഇഷ്യൂഡ് ചെക്സ്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, വോയിഡ് ഇഷ്യൂഡ് ചെക്സ്. വോയിഡ് ഇഷ്യൂഡ് ചെക്സ്. എന്താ വോയിഡ് ഇഷ്യൂഡ് ചെക്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ നേരത്തെ ചെക്ക് ഇഷ്യൂ ചെയ്തില്ലേ? ഈ ചെക്ക് ഇഷ്യൂ ചെയ്ത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാ. അതായത് ഈ ചെക്ക് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അത് ചിലപ്പോ ഒന്നില്ലെങ്കിൽ എന്തായിരിക്കാം, ഈ ചെക്ക് ചിലപ്പോ ബൗൺസ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഫാത്തിമ ദിനക്ക് ഞങ്ങൾ ചെക്ക് കൊടുത്തു, ബാങ്കിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ചെക്ക് ബൗൺസ് ആയി. ഓക്കെ, ബാങ്കിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി. ഫാത്തിമ തന്നെ എനിക്ക് എന്ത് ചെയ്യുന്നു? ആ ചെക്ക് എനിക്ക് തിരിച്ചു തരുന്നു. എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ചു തരുന്നു. അപ്പൊ അതെന്ത് ചെയ്യണം? ആ ചെക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യണ്ടേ? ആ ക്യാൻസൽ ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് വോയിഡ് ഇഷ്യൂഡ് ചെക്സ്. അത് ബൗൺസ് ആണ് മാത്രം റീസൺ. ചിലപ്പോ ഞാൻ ഫാത്തിമ ദിനക്ക് കൊടുത്ത സമയത്ത് അത് കീറി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫാത്തിമ ദിനയുടെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയിട്ടുണ്ടാവാം. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാവാം ആ ചെക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട്. ആ ക്യാൻസൽ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? വോയിഡ് ഇഷ്യൂഡ് ചെക്സ് എന്ന് പറയുന്നത്. ടി കോഡ് വരുന്നത് FCH9. ടി കോഡ് വരുന്നത് എന്താണ്? FCH9. സിമ്പിൾ ആണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. /FCH9. ആദ്യം എന്ത് ചെയ്യുക? കമ്പനി കോഡ് കൊടുക്കുക NI78.
പിന്നെ നിങ്ങളുടെ ഹൗസ് ബാങ്കും അക്കൗണ്ട് ഐ ഡി അത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ വരും. വന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഹൗസ് ബാങ്കും അക്കൗണ്ട് ഐ ഡിയും സെലക്ട് ചെയ്യാം. അതിനുശേഷം ചെക്ക് നമ്പർ കൊടുക്കുക. ഏതാണ് ചെക്ക് നമ്പർ കൊടുക്കുക? 500-101 ആയിരുന്നു നമ്മുടെ ചെക്ക് നമ്പർ. അപ്പൊ ചെക്ക് നമ്പർ അത് കൊടുക്കുക. അതിനുശേഷം താഴെ വോയിഡ് റീസൺ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. കണ്ടോ എല്ലാവരും? വോയിഡ് റീസൺ കോഡ്, അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ ചെക്ക് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ പല റീസൺസ് ഉണ്ട് അല്ലെ നമുക്ക് ചെക്ക് ക്യാൻസൽ ചെയ്യാൻ. ഇന്ന റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഏത് റീസൺ ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോളൺ കൊടുക്കുക, നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രോയ്ഡ് എടുക്കുക. ഇനി ചിലപ്പോ ചെക്ക് പേയ്മെന്റ് റിവേഴ്സ് ചെയ്താണെങ്കിൽ റിവേഴ്സ് ചെക്ക് പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ എന്താണ് ഈ ഒരു ചെയ്തതിന്റെ റീസൺ, അത് എന്ത് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പൊ ഞാനിവിടെ സ്റ്റോളൺ കൊടുക്കുകയാണ്. എന്റെ അത് കാണാണ്ട് പോയി. ഞാനിവിടെ സ്റ്റോളൺ കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക, വോയിഡ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, വോയിഡ് റീസൺ കോഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, വോയിഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മൾ പേയിങ് കമ്പനി കോഡ് കൊടുക്കുക, പിന്നെ ഹൗസ് ബാങ്കും അക്കൗണ്ട് ഐ ഡിയും കൊടുക്കുക, പിന്നെ നമ്മുടെ ചെക്ക് നമ്പർ, ഏത് ചെക്കാണോ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് ആ ക്യാൻസൽ ചെയ്യുന്ന ചെക്ക് കൊടുക്കുക, എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നുള്ള റീസൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വോയിഡ് കൊടുക്കുക. അപ്പൊ കണ്ടോ, ചെക്ക് 500-101 വോയിഡ്, പേയ്മെന്റ് ഡോക്യുമെന്റ് നോട്ട് റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ഫാത്തിമ ദിനെ കൊടുത്തുള്ള ചെക്ക് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. പക്ഷെ ഫാത്തിമ ദിനെ കൊടുക്കാനുള്ള പേയ്മെന്റ് എന്തായിട്ടില്ല, ഇതുവരെ റിവേഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ ഫാത്തിമ ദിനക്ക് പേയ്മെന്റ് ചെയ്ത് എന്ത് ചെയ്യില്ല, ഞാൻ റിവേഴ്സ് ചെയ്തില്ല. ജസ്റ്റ് ആ ചെക്ക് മാത്രം എന്ത് ചെയ്യും, ഞാൻ ക്യാൻസൽ ചെയ്യും. ഇത് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, വോയിഡ് ഇഷ്യൂഡ് ചെക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഇഷ്യൂഡ് ചെക്സ് വോയിഡ് എന്ന് മനസ്സിലായല്ലേ? ഒന്ന് സംശയപ്പെട്ടെ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഫാത്തിമ ദിന ഓക്കെ അല്ലേ? ഇനി നമുക്കത് ചെക്ക് രജിസ്റ്റർ നോക്കാം. FCHN പോയിട്ട് അതിന് ഇമ്പാക്ട് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഞാനവിടെ കമ്പനി കോഡ് കൊടുക്കാണ്, ദെൻ ഹൗസ് ബാങ്ക് കൊടുക്കാണ്, ദെൻ അക്കൗണ്ട് ഐ ഡി, ഇത് മൂന്നും ഞാൻ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ചെക്ക് നമ്പർ 500-101 എന്തായിട്ടുണ്ട്. ഇത് നോക്കിയേ, റെസിപ്പിയന്റ് ഓർ വോയിഡ് റീസൺ കോഡ് അവിടെ നോക്കിയേ, വോയിഡഡ് ബൈ FinPro03 നമ്മുടെ യൂസർ ഐ ഡി ആയിരിക്കും വോയിഡ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റോളൻ എന്ന് പറഞ്ഞിട്ടാണ് കാണാം. സ്റ്റോളൻ എന്ന് വെച്ചാൽ എന്താ, മോഷണം പോയി. ഓക്കെ, ഇനി അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ റിപ്പോർട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു എൻകാഷ്മെന്റ് അല്ലെങ്കിൽ വോയിഡ് ഡേറ്റ് എന്നാണ് കാണാം. ഓക്കെ, അതായത് എന്നാണ് ഈ ചെക്ക് വോയിഡ് ആയത് ആ ഡേറ്റ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും, ഈ കോളത്തിൽ കാണാം. അതായത് എന്നാണ് ഈ ചെക്ക് വോയിഡ് ചെയ്തത് ആ വോയിഡ് ചെയ്ത ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഈ ഒരു കോളത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു ചെക്ക് വോയിഡ് ആയിട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം, ജസ്റ്റ് ഈ ഒരു റെസിപ്പിയൻ റീസൺ കോഡ് നമുക്ക് കാണാം, അതുപോലെ തന്നെ വോയിഡ് ഡേറ്റ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ കാണാനായിട്ട് പറ്റും. അത്രയും. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂഡ് ചെക്സ് നമ്മൾ വോയിഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇഷ്യൂഡ് ചെക്സ് വോയിഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു മാനുവൽ ചെക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഫാത്തിമ ഞാനിപ്പോ ഈ ഒരു ചെക്ക് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഈ എന്താ പറയാ, ഈ ചെക്ക് ക്യാൻസൽ ആയി പോയി അല്ലെ. അപ്പൊ ആ ചെക്ക് ക്യാൻസൽ ആയതിന് പകരം എനിക്ക് വേറെ ചെക്ക് ഇഷ്യൂ ചെയ്യാമല്ലോ. അപ്പൊ ആ ചെക്ക് ക്യാൻസൽ ചെയ്തു, ഇനി പുതിയ ചെക്ക് ഞാൻ കൊടുക്കണം അല്ലെ. ഫാത്തിമയ്ക്ക് ഞാൻ കൊടുത്ത ചെക്ക് ക്യാൻസൽ ആയി പോയി, ഇനി പുതിയ ചെക്ക് ഞാൻ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാം, വീണ്ടും FCH5 പോയിട്ട് വീണ്ടും ചെക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അറിയാലോ എല്ലാവർക്കും FCH5 എങ്ങനെ ചെക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, FCH5 പോയിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ 500-102 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പൊ കണ്ടോ 500-102 ക്രിയേറ്റഡ് മാനുവലി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു ഇതുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ രണ്ട് സ്റ്റെപ്പാ ചെയ്ത്, ഒന്ന് FCH9 പോയിട്ട് ചെക്ക് ക്യാൻസൽ ചെയ്തു, പുതിയൊരു ചെക്ക് ഞാൻ FCH5 പോയിട്ട് ക്രിയേറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഫാത്തിമയുടെ കൊടുത്ത ചെക്ക് ഞാൻ ക്യാൻസൽ ചെയ്തു, ഇനി ഒരു ചെക്ക് ഞാൻ കൊടുക്കുകയാണ്. ഇത് രണ്ടും രണ്ട് സ്റ്റെപ്പായിട്ടല്ല ഞാൻ ചെയ്തത്. ഇത് രണ്ടും എനിക്ക് വേണമെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പായിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇത് രണ്ടും രണ്ടായിട്ട് ചെയ്യുന്നതിന് പകരം എനിക്ക് ഇത് ഒറ്റ സ്റ്റെപ്പായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് ക്യാൻസലേഷനും പുതിയ ചെക്കും രണ്ടും ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ക്യാൻസലേഷനും ചെയ്യാൻ പറ്റും, പുതിയൊരു ചെക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, റീനമ്പറിങ്. ഹെഡിങ് കൊടുക്കുക, റീനമ്പറിങ്. അതായത് ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഒരു ചെക്ക് ക്യാൻസൽ ചെയ്യുകയും ആ സ്ഥാനത്ത് പുതിയൊരു ചെക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു.
അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിന് പകരം എനിക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് റീനമ്പറിംഗ് എന്ന് പറയുന്നത്. സോ നോക്കിയാലോ എങ്ങനെയാണ് റീനമ്പറിംഗ് ചെയ്യുന്നത്. സോ ടി കോഡ് വരുന്നത് FCH4. ടി കോഡ് വരുന്നത് FCH4. ഓക്കെ, നോക്കിയാലോ അപ്പോ എങ്ങനെയാ റീനമ്പറിംഗ് ചെയ്യാന്നുള്ളത്. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം റീനമ്പറിംഗ് ചെയ്യാനായിട്ടുള്ളത്. സോ /FCH4. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കമ്പനി കോഡ് കൊടുക്കുക, ഹൗസ് ബാങ്ക് കൊടുക്കുക, അക്കൗണ്ട് ID കൊടുക്കുക. ഓക്കെ ഓക്കെ, എന്താണ് നമ്മുടെ കമ്പനി കോഡ്, ഹൗസ് ബാങ്ക്, അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ട് ID കൊടുക്കുക. പിന്നെ ചെക്ക് നമ്പർ ഫ്രം കൊടുക്കുക. ചെക്ക് നമ്പർ ഫ്രം എന്ന് പറഞ്ഞാൽ ഏത് ചെക്കാണ് നിങ്ങൾ വോയിഡ് ചെയ്യാൻ പോകുന്നത്, ആ വോയിഡ് ചെയ്യുന്ന ചെക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. അപ്പൊ 500 102 അല്ലേ നമ്മൾ വോയിഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചെക്ക് നമ്പർ 500 102 കൊടുക്കാം. ഇനി എന്തുകൊണ്ട് വോയിഡ് ചെയ്യുന്നു, അപ്പൊ നേരത്തെ നമ്മൾ വോയിഡ് ചെയ്യുന്ന റീസൺ കൊടുത്തില്ലായിരുന്നോ, അപ്പൊ ആ റീസൺ കൊടുക്കാം. അങ്ങനെ എപ്രാവശ്യം ഞാനവിടെ ഡിസ്ട്രോയിഡ് എന്ന് കൊടുക്കാം, നശിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ റീസൺ കോഡ് കൊടുക്കാം, നശിഞ്ഞു പോയി എന്ന് പറഞ്ഞു ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം ചെക്ക് നമ്പർ കൊടുക്കുക, ഏത് ചെക്ക് നമ്പർ ആണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്, ക്യാൻസൽ ചെയ്തതിന്റെ റീസൺ. അത് കഴിഞ്ഞ് പുതിയ ചെക്ക് നമ്പർ കൊടുക്കുക, എന്താ 500 103 പുതിയ ചെക്ക് നമ്പർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് മൂന്നും കൊടുക്കാം. പഴയ ചെക്ക് നമ്പർ, റീസൺ, പുതിയ ചെക്ക് നമ്പർ, ഇത് മൂന്നും കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയ ഐക്കൺ കാണാം. ക്യാൻസലിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഐക്കൺ കാണാം, റീനമ്പർ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. കണ്ടോ എല്ലാവരും, ക്യാൻസലിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് റീനമ്പർ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വരും. ആ വാർണിംഗ് മെസ്സേജ് എന്ത് ചെയ്താൽ മതി, എൻ്റർ അടിച്ച് കളഞ്ഞാൽ മതി. എൻ്റർ അടിക്കാം. അപ്പൊ കണ്ടോ, റീനമ്പേർഡ് ഫ്രം 500 102 to 500 103 എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യുക, നേരെ നമ്മുടെ FCHN പോയിട്ട് നമ്മുടെ ചെക്ക് രജിസ്റ്റർ എടുത്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ചെക്ക് രജിസ്റ്റർ എടുത്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ചെക്ക് രജിസ്റ്റർ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, നോക്കിയേ 500 103 എന്ന് പറഞ്ഞ ഒരു പുതിയ ചെക്ക് കാണാൻ പറ്റും. അവിടെ നോക്കിയേ 40 രൂപയാണ് റോംപ്ല ലിമിറ്റഡ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, റീസൺ പറയുന്നില്ല. മുകളിൽ നിങ്ങൾക്ക് 500 102 കാണാം, അതെന്തായിട്ടുണ്ട്, ക്യാൻസൽ ആയിട്ടുണ്ട്. കണ്ടോ, ഡിസ്ട്രോയ്ഡ് ഓർ അൺയൂസബിൾ എന്ന് പറഞ്ഞ് ചെയ്യും. അപ്പോ നമ്മൾ ഓർഡറുള്ള ചെക്ക് ക്യാൻസൽ ചെയ്ത് ആ സ്ഥാനത്ത് പുതിയൊരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റീനമ്പറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? റീനമ്പറിംഗ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ ഫാത്തിമ ദിന? ഓക്കെ അല്ലേ റീനമ്പറിംഗ്? സോ ദാറ്റ്സ് അബൌട്ട് റീനമ്പറിംഗ്. അപ്പൊ ഇന്നതൊക്കെ നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇനിയും കുറച്ച് ടോപ്പിക്സ് കൂടെ നമുക്ക് നോക്കാണ്ട് നമുക്കത് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി കോഡില്ലേ, അസൈൻമെന്റിന്റെ കമ്പനി കോഡല്ല, പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി കോഡ് എന്നല്ലോ. ആ പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി കോഡിനകത്ത് നിങ്ങൾ ഹൗസ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക, ചെക്ക് ലോട്ട് ക്രിയേറ്റ് ചെയ്യുക, മാനുവൽ ചെക്കുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് വോയിഡ് ചെയ്തൊക്കെ നോക്കാം. റീനമ്പറിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ ഒക്കെ ഇട്ട് തന്നെ ഒരു ഇത് ചെയ്യാം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന, ചുമ്മാ എന്താ പറയാ ചെയ്തു നോക്കാനായിട്ടുള്ള ഒരു കമ്പനി കോഡിൽ തന്നെ ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അസൈൻമെന്റ് കമ്പനി കോഡ് ചെയ്യണ്ട. കാരണം അസൈൻമെന്റ് വേറെ ഉണ്ട് ഹൗസ് ബാങ്കിനെ. അപ്പൊ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം അസൈൻമെന്റ് എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, മീറ്റിംഗ് ലീവ് ചെയ്യാം. അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് ആയതല്ലേ, അപ്പൊ കുഴപ്പമില്ല, മീറ്റിംഗ് ലീവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, then thank you so much.